പ്രിയപ്പെട്ടവരെ, നിത്യജീവിതത്തിലെ ആചാരങ്ങളും അതിൻ്റെ അന്ധവിശ്വാസങ്ങളും ഒരു ചരിത്ര അന്വേഷണത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് വാസ്തു എന്നാണ്. അത് നമ്മളേറ്റവും പ്രധാനപ്പെട്ടാണ് നമ്മൾ പാർപ്പിടം നിർമ്മിക്കുമ്പോൾ നമ്മൾ ഇന്നും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ പോലും അതിൽ വാസ്തു എന്ന ഒരു അന്ധവിശ്വാസം കയറി വരുന്നുണ്ട്. അത് നിത്യജീവിതത്തിൽ പലവർക്കും അത് സമയനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്, ധനനഷ്ടം ഉണ്ടാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വാസ്തു സാറേ എങ്ങനെയാണ് നമുക്ക് ഈ ഈ നമ്മുടെ കെട്ടിട നിർമ്മാണ മേഖലയിലേക്ക് വന്നിട്ടുള്ളത്? അത് വാസ്തു വന്നത് ശരിക്കും ഒരു വടക്കേ ഇന്ത്യൻ സമ്പ്രദായമാണ്. കാരണം വാസ്തുവുമായി ബന്ധപ്പെട്ട പദങ്ങൾ ഏറെക്കുറെ എല്ലാം സംസ്കൃത പദങ്ങളാണ്. അതിൻ്റെ ഉദാഹരണമാണ് വീട് വയ്ക്കുന്നതിന് ഉത്തമമായ സ്ഥലം എന്ന് പറയുന്നത് പാർത്ഥിവ ക്ഷേത്രമാണ്. പാർത്ഥിവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ചെമ്മണ്ണ് നിറഞ്ഞതായിരിക്കണം, കിഴക്ക് ചരിഞ്ഞതായിരിക്കണം, തെക്ക് പടിഞ്ഞാറേ മൂല ഉയർന്ന്, അങ്ങനെയൊക്കെ ചില നിയമമാണ്. അപ്പോൾ ഈ പാർത്ഥിവ ക്ഷേത്രം എന്നുള്ള വാക്ക് പോലും സംസ്കൃതമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കൂടി അർത്ഥമുണ്ട്. അപ്പോൾ ക്ഷേത്രം എന്നുള്ള വാക്ക് സംസ്കൃതമാണ്. അപ്പോൾ ഈ സംസ്കൃത ഭാഷാഭിമാനികളായ ആര്യന്മാർ അല്ലെങ്കിൽ ഉത്തരാഹന്മാർ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഈ സമ്പ്രദായം വന്നതെന്നുള്ളതാണ് അതിൻ്റെ ചരിത്രപരമായ പ്രശ്നം. രണ്ടാമത് നമ്മൾ ഇതിൻ്റെ മറ്റൊരു ഘടകം നമ്മൾ കാണുന്നത് കേരളത്തിലെ പ്രാചീന ഗ്രഹനിർമ്മാണ വിദ്യയും നേപ്പാളിൽ കാണുന്ന നേവാർ എന്ന് പറയുന്ന ജാതിക്കാരുടെ ഗ്രഹനിർമ്മാണ വിദ്യയും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. അവിടെയും ഈ പറഞ്ഞതുപോലെ കിഴക്കനി തെക്കനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോലായി പടിഞ്ഞാറ്റി എന്നൊക്കെ പറയുന്ന സമ്പ്രദായത്തിലൊക്കെയാണ് അവർ വീട് വയ്ക്കുന്നത്, പേര് വേറെ ആണെങ്കിലും. അപ്പോൾ ഇത് തമ്മിൽ വടക്കേ ഇന്ത്യയും തെക്കേ ഇന്ത്യയും തമ്മിൽ ഈ വാസ്തുവിൽ ബന്ധപ്പെടുത്തിയത് വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് കുടിയേറിയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒന്ന്. രണ്ടാമത്, നമ്മളിവിടെ വീട് 1800 വരെ, 800-ൽ സായിപ്പ് ഇവിടെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അത് 1800 വരെ തിരുവിതാംകൂറിലെ കേരളത്തിലെ എല്ലാ കൊട്ടാരങ്ങളും ഓല കെട്ടിയതാണെന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഏതാണ്ട് ആ കാലഘട്ടം വരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വാസ്തു എന്ന് പറയുന്ന സമ്പ്രദായം അത്ര സജീവമല്ലായിരുന്നു. അതിൻ്റെ ഉദാഹരണം കക്കൂസ് ാണല്ലോ ആദ്യമായി നമ്മൾ മലമൂത്ര വിസർജനം ഈ ക്ലോസ്ഡ് റൂമിനകത്ത് നടത്താൻ തുടങ്ങി. അതുവരെ നമ്മൾ പുറത്തായിരുന്നു. ഈ കക്കൂസ എന്ന പദം ഡച്ച് ഭാഷയിലുള്ളതാണ്. അതിന്റെ യഥാർത്ഥ രൂപം കക്കൂസ എന്നാണ്. കക്കൂസ എന്ന് പറഞ്ഞാൽ ലാട്രിൻ എന്നുള്ള അർത്ഥം. ഈ അപ്പൊ 1600 അടുപ്പിച്ചാണ് ഡച്ചുകാർ ഇവിടെ വരുന്നത്. അതിനു മുമ്പ് നമ്മൾ മലമൂത്ര വിസർജനം നടത്തിയിരുന്നത് കോമ്പൗണ്ടിന് പുറത്തായിരുന്നു തന്നെ. പക്ഷേ പിന്നീട് ഇതിനെ നമ്മൾ വാസ്തുവുമായി കൂട്ടിച്ചേർത്തു. അതുകൊണ്ട് ഒരു വീട് വെക്കുമ്പോൾ കക്കൂസ് കന്നിമൂലയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനധികം പഴക്കമില്ല എന്നർത്ഥം. അപ്പൊ വന്നതിനെയൊക്കെ ഈ അന്ധവിശ്വാസമായി നമ്മൾ കൂട്ടിയിണക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് വീട്ടിനകത്ത് മലമൂത്ര വിസർജനം കിടപ്പ് രോഗികൾക്ക് മാത്രമേ അനുവദനീയമായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ പുറത്തു പൊക്കണം. അതിന് വെളിമ്പറമ്പുകളിലാണ്. വെളിമ്പറമ്പിൽ പോവുക, മലമൂത്ര. അപ്പോൾ അതിന് ഇവിടെ തെക്കോട്ട് ഒരു പ്രയോഗമുണ്ട്, വെളിക്കിറങ്ങുക എന്ന് പറയും. പിന്നെ മലമൂത്ര വിസർജനം നടത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ശൗചം ചെയ്യുന്നത് ഒക്കെ കഴുകുന്നത് നമ്മൾ ഓടകളിലോ ചെറിയ കുളങ്ങളിലോ ഒക്കെ ആയിരുന്നു. അതിന് നമ്മൾ ആ സ്ഥലങ്ങൾക്ക് പറയുന്ന കടവെന്നാണ്. അതുകൊണ്ട് കടവിറങ്ങുക എന്ന് പറയും. കടവിറങ്ങുക എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നടത്തി ശുചിയാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ പിന്നീട് ഈ കക്കൂസ് എന്ന് പറയുന്ന സാധനം, കുളിമുറി എന്ന് പറയുന്ന സാധനം വരുന്നത് നമ്മുടെ യൂറോപ്യൻ സ്റ്റൈലിൽ നമ്മൾ സ്വീകരിച്ചതാണ്. നമ്മൾ സ്വീകരിച്ചപ്പോൾ നമ്മുടെ പാരമ്പര്യ വിശ്വാസവുമായി അന്ധവിശ്വാസവുമായി ഇതിനെ ബന്ധപ്പെടുത്തി എടുത്തു എന്നാണ് അതിൻ്റെ പ്രത്യേകത. അതിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ത്യൻ വാസ്തുവുണ്ട്, ചൈനീസ് വാസ്തുവുണ്ട്. വാസ്തു ഒരു പുരുഷനാണ്. അതെ, വാസ്തു എന്ന് പറയുന്നത് ഒരു പുരുഷനാണ്. വാസ്തു പുരുഷന്റെ ഗതിയും നിലയും അനുസരിച്ച് വീടിന്റെ കിഴക്കും പടിഞ്ഞാറും നിശ്ചയിക്കണമെന്നൊക്കെ. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു ഉദാഹരണം, നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ വാസ്തു എന്റെ രീതി അനുസരിച്ചാണെങ്കിൽ കിഴക്ക് ദർശനമായിരിക്കണം വീട്. കിഴക്ക് നേർവാതിൽ തുറക്കണം. നേർവാതിലിന് അകത്ത വാതിലും പുറം വാതിലും നേർരേഖയിലായിരിക്കണമെന്ന്. എങ്കിലാണ് നമ്മൾ കിഴക്ക് നിന്ന് പ്രവേശിക്കുന്ന വായു വീട്ടിനകത്ത് കയറി പുറത്തിറങ്ങും. അല്ലെങ്കിൽ പടിഞ്ഞാറ് നിന്ന് അടിക്കുന്ന വായു പടിഞ്ഞാറ് വശത്ത് കയറി കിഴക്ക് വശത്തേക്ക് പുറത്തേക്ക് പോകും. അപ്പോൾ വായു സഞ്ചാരം കൂടുമെന്നാണ് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം. മറിച്ച് ചൈനീസ് വാസ്തു തിരിച്ചാൽ, ചൈനീസ് വാസ്തു പറയുന്നത് നമ്മൾ മുൻവശം തുറന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതുവഴി ദുഷ്ട ശക്തികളകത്ത് പ്രവേശിക്കും. അത് വീട്ടിനകത്ത് പ്രവേശിക്കാതിരിക്കാൻ പുറം വാതിൽ അടച്ചു തന്നെ വെക്കണം. അകത്ത് മാച്ച് ആകുന്നില്ല. ഇത് രണ്ടും രണ്ട് രീതിയിലാണ്.
അപ്പൊ ഈ കച്ചവടക്കാര്, അതായത് വാസ്തു കച്ചവടക്കാരുണ്ട്, വാസ്തു തന്ത്രത്തിന്റെ കച്ചവടക്കാർ, വിദ്യ അതിന്റെ കച്ചവടക്കാരുണ്ട്. അവര് ഇതിനെയൊക്കെ കൂടെ മിശ്രിതമാക്കി കക്കൂസിന് ചില സ്ഥാനങ്ങൾ നിശ്ചയിച്ചു. അപ്പൊ ഒരു വീട്ടിൽ ദാരിദ്ര്യമാണ്, ദാരിദ്ര്യമുള്ള കയ്യിരിപ്പ് ഉണ്ടായിരിക്കും, വലിയ വലിയ വീടുകൾ കക്കൂസിന്റെ സ്ഥാനം മാറ്റണം, വീടിന്റെ മുൻവശം മാറ്റണം, വാതിൽ ഇടിച്ചു കളയണം. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇതൊരു വലിയൊരു കച്ചവടമായി മാറിയിരിക്കുകയാണ്. പക്ഷേ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരാരും തന്നെ വാസ്തു നോക്കി വീട് വെച്ചവരല്ല. നഗരവൽക്കരണ ജീവിതത്തിൽ അതൊന്നും നടപ്പില്ല. അതുപോലെ തന്നെ കോമ്പൗണ്ട് തിരിഞ്ഞിരിക്കണം. കോമ്പൗണ്ട് തിരിഞ്ഞു വിട്. ഇപ്പൊ 3 സെന്റ് ഉള്ളവന് എങ്ങനെ കോമ്പൗണ്ട്? പ്രായോഗികമല്ല. നമ്മളെ ഇത്രയും ഇത് വാസ്തു എന്ന് പറഞ്ഞത് ഒരു അന്ധവിശ്വാസമാണെന്ന് ഏകദേശം മിക്കുള്ളവർക്ക് മനസ്സിലാക്കാൻ എല്ലാം തള്ളിക്കളയും. എന്താ നമ്മുടെ ഈ മേഖലയിൽ നേരത്തെ പോലെ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ പോലും വലിയൊരു വീട് വെച്ചാൽ ആദ്യം നമ്മൾ കാണുന്നത് സിവിൽ എഞ്ചിനീയറെ കാണുന്ന മുമ്പേ വാസ്തുവാണ് നോക്കുന്നത്. ഇപ്പൊ ഈ സിവിൽ എഞ്ചിനീയർ ആയ കക്ഷികളും ഈ വാസ്തു ചേർന്നാണ് ഇപ്പം വീടിന്റെ ശാസ്ത്ര ജ്ഞാനമുള്ള ആളും ഈ അന്ധവിശ്വാസം കൂടെ കൂട്ടിച്ചേർത്തിയാണ് ചെയ്യുന്നത്. ഒരു ഉദാഹരണമാണ്, പഴയ ഒരു വാസ്തു എങ്ങനെയാണ് പൊളിഞ്ഞതെന്ന് ഞാൻ പറഞ്ഞുതരാം. 16 കോൽ 8, ഒരു കോലം എന്ന് പറഞ്ഞാൽ 2.5 അടി, 2.5 അടിയും. അപ്പോൾ 16 കോലായപ്പോഴത്തേക്കിന് 16 2 32, പിന്നെ 32ഉം പിന്നെ 16 കോല് 32ഉം 8ഉം 40, ഏതാണ്ട് 40 അടി ചില്ലറ വരും അതിന്റെ ചുറ്റളവ്. അതാണ് 16 കോല 8, 13 കോല 16 എന്ന് പറയുന്ന കുറേ കണക്കുകളുണ്ട്. ഇതനുസരിച്ചാണ് ആരൂഢം നിർമ്മിക്കേണ്ടത്. ഇപ്പൊ ടെറസ് വന്നപ്പോ ഈ ആരൂഢ നിർമ്മാണം നടക്കൂല. അത് പോയി. അപ്പൊ ആ വാസ്തുവിദ്യ നമ്മൾ തള്ളി, നമ്മളെ സൗകര്യത്തിന് ഈ വാസ്തുവിദ്യയെ വളച്ചൊടിച്ച് വേറൊരു വിദ്യയാക്കി. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് മാറി? അടുക്കളയിലേക്കും കക്കൂസിലേക്കും മാത്രം ചുരുങ്ങി. ഇപ്പൊ ടെറസ് കെട്ടിടം വയ്ക്കണവൻ 16 കോല 8ഉം 29 കോല 16 ഒന്നും ആരും നോക്കാറില്ല. മനസ്സിലായില്ലേ? അതിന് പകരം ഇപ്പം ചെയ്യുന്ന പരിപാടി കക്കൂസിന്റെ സ്ഥാനം കാണുക, അടുക്കളയിലെ സ്ഥാനം കാണുക. ഈ വാസ്തുവിദ്യ എന്ന് പറയുന്നത് അന്ധവിശ്വാസം തന്നെയാണ്. 100% അന്ധവിശ്വാസം. 100% അന്ധവിശ്വാസമാണ്. അതെ.